വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ചാനലിൽ ആദ്യമായിട്ട് ഐഡോൾസ് അല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഒരു ബോയ് ഡോളിനെ ചെയ്യാൻ പോവാണ്. അതായത് എൻ്റെ ഫസ്റ്റ് ബ്രദർ ഡോളിനെയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഡോളിൻ്റെ ഡ്രസ്സാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് ജീൻസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞ് ആൺകുട്ടിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്യൂട്ട് ബോയിൻ്റെ ജീൻസാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ അതിനൊരു ബ്ലൂ കളർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ അൾട്രാമറൈൻ ബ്ലൂവും കുറച്ച് സിൽവറും കുറച്ച് വൈറ്റും കൂടിയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ജീൻസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലുകളൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്നത് പോലെ അതേ മാനറിൽ ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് ഒരു സൽവാർ കമ്മീസ് ഡോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും ഏകദേശം ഇതുപോലെ തന്നെയാണ് ചെയ്തിരുന്നത് സ്കൾപ്റ്റിംഗ് ഒക്കെ. ഇതുപോലെ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ചേച്ചി വന്നല്ലേ എൻ്റെ കിളിക്കാൻ പറ്റി. എന്താണ് ഇങ്ങോട്ടൊക്കെ? ചേച്ചിയെ എന്ത് ചെയ്യാ? അനേ ഇവിടെ ഒരു ചേട്ടനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചേട്ടനെയാ? ആഹാ, നിറ്റം കാണണം. ഞാൻ കാണിച്ചു തരുമോ? കുട്ടി വന്നല്ലോ. രണ്ടുപേരും കൂടെ കളിക്കാൻ പോയതല്ലായിരുന്നോ? പിന്നെന്ത് ഇങ്ങോട്ട് വന്ന് ഞാൻ ഓരോ സാധനം ചെയ്തോണ്ടിരിക്കുന്നതിനിടയില്? അതെ, ഞങ്ങൾ കളിച്ച് മടുത്തു, അതാ ഇങ്ങോട്ട് ഓടി വന്നെ. ഓഹോ, അപ്പൊ രണ്ടുപേരും ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് കണ്ടോ. ഒരു സാധനത്തിന് തൊടരുത് കേട്ടോ. Are you making a big brother? Yes baby. Today I will make a brother for you. Okay, welcome back. അപ്പം നമ്മൾ രണ്ട് കാല് പാർഷ്യലി ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ജോയിൻ ചെയ്യാൻ ഒരു മിഡിൽ പോർഷൻ ഇതേ കളർ ക്ലേ വെച്ച് വെക്കാം. നമുക്കൊരു ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഈ ഒരു കാലുകൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ക്ലേ ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അതിലങ്ങ് ഫിക്സ് ചെയ്തിരുന്നോളും, എക്സ്ട്രാ പശയുടെ ആവശ്യമില്ല. എന്നിട്ട് അതൊന്ന് സൈഡിലൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ടോ ടൂൾസ് വെച്ചിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി സൈഡിലോട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഹിമയുടെയും എല്ലയുടെയും ഡ്രസ്സെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവരെ മൂവബിൾ ഡോൾസ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അവർ രണ്ടുപേരും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഡോൾ സ്റ്റോറിയും ടോഡ്ലർ ഗേൾസ് മേക്കിംഗ് ഒക്കെ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഇതെന്താ ചേച്ചി? അതാണ് ഇവിടെ ഇരുത്തിയുള്ളൂ. കുഴപ്പം നിന്നോട് ഞാൻ അവിടെ അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത് ഹിമ. ഈ ഒരു ജീൻസിൻ്റെ പോർഷൻ നമുക്ക് ഉണക്കാൻ വെക്കണം. അപ്പോൾ അത് ഉണങ്ങുന്ന സമയത്തേക്ക് നമുക്ക് അപ്പർ ബോഡി സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കിൻ കളർ ക്ലേ എടുക്കാം. അപ്പോൾ സ്കിൻ കളർ ക്ലേ എങ്ങനെയാണ് ആ കളറ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഹിമ ഡോൾ ചെയ്ത സമയത്ത് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കളറ് മിക്സ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ക്രിംസണും ലെമൺ യെല്ലോയും പിന്നെ കുറച്ച് വൈറ്റും കൂടെയാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോഴും ലോവർ ബോഡി അപ്പർ ബോഡി നമ്മളെപ്പോഴും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ ഒരു 12 hours കഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ ഒരു അപ്പർ ബോഡിയും ലോവർ ബോഡിയും ആയിട്ട്. അപ്പോൾ അത് ഇപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്കൊരു ഐ-പിൻ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റാലിക് വയർ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ബാക്കി അപ്പോൾ അവിടെ ഒരു വിടവ് പോലെ ഉണ്ടാവും കേട്ടോ, ആ ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് ക്ലേ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ ഒരു ജീൻസിൻ്റെ ആ ഒരു പോർഷൻ കുറച്ച് മുകളിലേക്ക് ഇരിക്കുന്നത് പോലെ നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെയും നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ബോയ് ഡോൾ സ്കൾപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബോഡി പ്രൊപ്പോർഷൻസും അതുപോലെ അവരുടെ ഒരു സ്ട്രക്ചറും ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇത് ഞാൻ അത്ര എക്സ്പേർട്ടല്ല, ഞാൻ അധികം ബോയ് ഡോൾസ് ചെയ്യാറില്ല. ഞാൻ സാധാരണ ഐഡോൾസിൽ മാത്രമേ ആ ഒരു ബോയ്സിൻ്റെ ബോഡി സ്കൾപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ന്യൂനതകൾ ഉണ്ടാവാം കേട്ടോ. പിന്നെ ഇതൊരു ലിറ്റിൽ ബോയ് ആണ്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു പിന്നെ ഇത് വളരെ ചെറിയൊരു ഡോളുമാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ന്യൂനത അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഷൂസ് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ഷൂസിൻ്റെ ഒരു ഷേപ്പ് മാത്രമേ എടുത്തുള്ളൂ. വളരെ മിനിയേച്ചർ ആയതുകൊണ്ട് ഞാൻ ഒരു ഷേപ്പ് മാത്രമേ കീപ്പപ്പ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ആ ഷൂ നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. ഇത് ലിറ്റിൽ ബോയ് ആയതുകൊണ്ട് ഗേൾസിനെക്കാട്ടിലും വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ക്യൂട്ട് ഫേസ് തന്നെയാണല്ലോ നമ്മൾ ചെയ്യണത്. നമ്മളൊരു അഡൾട്ടിനെയൊക്കെ സ്കൾപ്റ്റ് ചെയ്യുമ്പോഴാണ് ഫേസൊക്കെ നമ്മൾ കറക്റ്റ് ഒരു മസ്കുലിൻ ഫീച്ചേഴ്സ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഫേസ് സ്കൾപ്റ്റിങ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് സ്കൾപ്റ്റിങ്ങിന് മാത്രമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുക കേട്ടോ. ക്യൂട്ട് ഫേസ് എങ്ങനെയാണ് സ്കൾപ്റ്റ് ചെയ്യുന്നതെന്ന് പോർസലെയിൻ ക്ലേ വെച്ചിട്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കാണുക. അപ്പോൾ എല്ലാത്തിലും ഫേസ് സ്കൾപ്റ്റിംഗ് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ അത് വളരെ ബോറിംഗ് ആയിരിക്കും. എല്ലാവർക്കും ഒരേപോലെ എല്ലാ ഡീറ്റെയിലിങ്ങും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഒരു ഫേസ് സ്കൾപ്റ്റിംഗ് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഇനി നമുക്ക് ആ ഷൂസ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയുള്ള ഭാഗത്ത് കുറച്ച് വൈറ്റ് ക്ലേ കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പോർസലെയിൻ ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഷ്രിങ്ക് ചെയ്യും കുറച്ച്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ സാധനങ്ങളും ഇതുപോലെ ചെയ്തെടുക്കാൻ. നമുക്ക് ജീൻസിൽ വരുന്ന ഡീറ്റെയിലിങ്സ് ഒക്കെ ചെയ്യാം. അതായത് സിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പോക്കറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ക്ലേ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജീൻസിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് എത്രയാണോ കളറ്, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയുടെ കൂടെ കുറച്ചുകൂടെ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മിനിയേച്ചർ ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു കളർ ഗ്രേഡിയൻ്റ് കാണുമല്ലോ ജീൻസിൽ, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. നമുക്ക് ബെൽറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ബെൽറ്റ് ചെയ്തിട്ടത് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ ടീഷർട്ട് ചെയ്ത് വന്നപ്പോൾ എൻ്റെ ബെൽറ്റ് കവർ ചെയ്ത് പോയി. സോ ഞാനിവിടെ ഒരു ഐഡിയയും കൂടെ കാണിക്കുകയാണ്. നിങ്ങൾ ഇൻസൈഡ് ചെയ്തിട്ടുള്ള സ്റ്റൈലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആൻഡ് അല്ല, നിങ്ങൾക്ക് ഇതുപോലെ ബോയ് ഡോൾസ് ഇതുപോലെ ഫിഗറീൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പം അതിനും കൂടെ വേണ്ടിയിട്ട് ഉപകാരപ്പെടും ഇത്. ആൻഡ് ഇനി നമുക്ക് ടീഷർട്ട് ചെയ്യാം. ഞാനൊരു ഫുൾ സ്ലീവ് ടീഷർട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്, റെഡ് കളറിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിംസൺ ആണ് ക്ലേയുടെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ക്ലേ പോർസലെയിൻ ക്ലേ ആണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി, കാരണം ഞാൻ അത് വെച്ചിട്ടാണ് കുഞ്ഞ് ഡോൾസ് എല്ലാം തന്നെ ചെയ്യാറ്. ആൻഡ് അത് വെച്ച് കൊടുക്കാം. ബാക്കി ഭാഗം പുറകിലും വെച്ച് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്തെന്ന് വെച്ച് കഴിയുമ്പോൾ ഒറിജിനലായിട്ട് ഒട്ടിയിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ടായിട്ട് കിടക്കും, അതൊരു ഭംഗി ഉണ്ടാവില്ല. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അടിയിൽ ടീഷർട്ടുകൾ ഇടുമ്പോൾ എപ്പോഴും അറിയാലോ, പ്രത്യേകിച്ചും ഫുൾ സ്ലീവ് ടീഷർട്ട്സ് കുറച്ചൊന്ന് താഴെ കുറച്ചൊരു ഇലാസ്റ്റിക് പോലെ കാണും. സോ സ്വെറ്റർ പോലത്തെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ച് ഇങ്ങനെ ഒരു ഇംപ്രഷൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് നെക്കിൻ്റെ അവിടെയും ഒരു പീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും ഇതേപോലെ ഇംപ്രഷൻസ് കൊടുക്കാം. അതുപോലെ തന്നെ ഷർട്ടിൽ വരുന്ന ചുളിവുകളും ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമില്ല കേട്ടോ,
വെറുതെ വെച്ചാലും മതി. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് അത്രയും ഭാഗം ക്ലേ വെച്ച് റെഡ് കളർ ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്യാം. ആൻഡ് ഒരു കൈപ്പത്തി മാത്രം നമ്മൾ സ്കിൻ കളറിൽ ചെയ്താൽ മതി. ഹെഡ് നമ്മൾ ഇടയ്ക്കൊന്ന് ബോഡിയായിട്ടൊന്ന് വെച്ച് നോക്കുക, കറക്റ്റ് പ്രൊപ്പോർഷൻ ആണോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹെഡ് സ്കൾപ്റ്റ് ചെയ്തത് ഒരു ബോഡിയുടെ സ്കൾപ്റ്റിങ് കഴിഞ്ഞത് ഉണങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലേ ഷ്രിങ്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹെഡ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ചൊരു പൊടിക്ക് വലുതായിട്ട് ഉണ്ടാക്കുക. കാരണം എന്നാൽ മാത്രമേ ആ ഹെഡും കൂടെ ഉണങ്ങി വരുമ്പോൾ ബോഡിയായിട്ട് ഒരു ബാലൻസിൽ വരുള്ളൂ. ഇനി നമുക്ക് കമ്പികളെ വെച്ചിട്ട് ഷൂ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷൂവിൽ ഡീറ്റെയിലിംഗ് ഒക്കെ ഞാൻ പിന്നെയാണ് കേട്ടോ ചെയ്യണത്. പെയിൻറ്റ് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണൊക്കെ വരച്ചു കൊടുക്കുമ്പം ഗേൾ ഡോൾ ചെയ്യണ അത്രയും വലിയൊരു മേക്കപ്പ് ഒന്നും ചെയ്ത് കൊടുക്കരുത്, വളരെ മൈൽഡായിട്ട് വേണം വരച്ചു കൊടുക്കാൻ. എങ്ങനെയുണ്ട് ഹിമക്കുട്ടി? ഉണ്ടാക്കി കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇതിനിടയ്ക്ക് ഹലോ കിറ്റിയും പിടിച്ചിരുത്തിയോ കൂടെ? അയ്യോ, ചേട്ടൻ തലയിൽ മുടിയില്ലേ? മൊട്ടത്തലേന്നാണോ? അപ്പം നമ്മുടെ അനിയത്തി കുട്ടികളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് ഹെയർ വയ്ക്കാം അല്ലേ. മൊട്ടത്തലേനാണെങ്കിലും ക്യൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറ് ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. എല്ലാ കുട്ടിയും പിന്നെ എല്ലാം അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഒക്കെ എല്ലാം ക്യൂട്ടാണ്. പക്ഷെ ഹിമയാണെങ്കിൽ എപ്പോഴും എല്ലാത്തിനും ഭയങ്കര വായാടിയാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ് കേട്ടോ. ഞാനിങ്ങനെ ഓരോ ഡോളിനും ഓരോരോ പേഴ്സണാലിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹെയർ നമ്മൾ സ്കൾപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബോയ് ഡോൾ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കിടക്കുന്നതൊക്കെ നല്ല ഭംഗിയായിരിക്കും. സോ അതുപോലെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചെവിയുടെ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ ക്ലേ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫേസിന് കുറച്ചുകൂടി ക്യൂട്ട്നെസ് ഉണ്ടാവും. എസ്പെഷ്യലി ഇതൊരു കിഡ് ആയതുകൊണ്ട്, ഒരു ചെറിയ ലിറ്റിൽ ബോയ് ആയതുകൊണ്ട്. ആൻഡ് എംബ്രേഷൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ നമ്മുടെ അനിയൻകുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ സിസ്റ്റർ ഡോളുകളും ഞാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഞങ്ങൾക്കൊരു ബ്രദറിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ കിഡ് ബ്രദറിൻ്റെ പേരാണ് കാർത്തിക്. ഹായ് ലിറ്റിൽ ബ്രോ, വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ റെഫറൻസ് വീഡിയോസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ പോയി നോക്കാം. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളിയാഴ്ച കാണാം. Till then, bye. Thank you for watching.